Hello friends, welcome to Offer Ohri. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കാൽപ്പിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് സ്കാൽപ്പിങ്ങിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസിൽ ചില കമൻറ്റ്സ് കണ്ടിരുന്നു, നമുക്ക് ഈ ഒരു ഓപ്ഷൻസിൽ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഫയേഴ്സ് പുതിയൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫയേഴ്സിൻ്റെ ടെർമിനലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും വിസിറ്റ് സ്കാൽപ്പർ ടെർമിനൽ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് സ്കാൽപ്പിങ്ങിന് വേണ്ടിയുള്ള ടെർമിനലാണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഓർഡർ എക്സിക്യൂഷൻ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചാർട്ട് നോക്കി തന്നെ വളരെ ഫാസ്റ്റായിട്ട് കോൾ ഓപ്ഷൻ്റെ പുട്ട് ഓപ്ഷൻ്റെ ബൈയും സെല്ലൊക്കെ ഇവിടെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ടോപ്പിൽ ഇപ്പോൾ നിഫ്റ്റിയാണ് കാണുന്നത്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഇൻഡെക്സിൻ്റെയും ഒരു മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ബേസ് ചെയ്ത് നമുക്ക് ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ കാണുന്നത് കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും ലെവൽസ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാർട്ടുകൾ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏത് സ്ട്രൈക്കിൻ്റെ ചാർട്ട് വേണം അത് ജസ്റ്റ് പുട്ട് ഓപ്ഷനെ കോൾ ഓപ്ഷനെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ഫീച്ചറാണ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നത്. അതല്ലെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ ചെയിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 24,600 കോൾ ഓപ്ഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ 24,600 കോൾ ഓപ്ഷൻ ചാർട്ട് ഓപ്പൺ ആയി വരുന്നതാണ്. ഈ പുട്ട് ഓപ്ഷൻ്റെ ആണെങ്കിൽ ജസ്റ്റ് റൈറ്റ് സൈഡിൽ ഇപ്പോൾ പുട്ട് ഓപ്ഷൻ നമുക്ക് 24,750 വേണമെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതെല്ലാം നമുക്ക് ഒരേ ചാർട്ട്, അതായത് ഒരേ സ്ട്രൈക്കിൻ്റെ തന്നെ ചാർട്ട് വേണമെങ്കിൽ ജസ്റ്റ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് 24,600 കോൾ ഓപ്ഷൻ്റെ പുട്ട് ഓപ്ഷൻ ചാർട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ 24,600 കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ചാർട്ട് വരും. 24,800 ആണ് വേണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടോ അപ്പോൾ കോൾ ഓപ്ഷന് പുട്ട് ഓപ്ഷനും ചാർട്ട് ചേഞ്ച് ചെയ്തു. ഇനി അറ്റ് ദ മണി വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് അറ്റ് ദ മണിയുടെ ചാർട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സെൻറ്ററിൽ കാണുന്നത് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് ചാർട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഓപ്ഷൻസ് ബൈയോ സെല്ലോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് ഇൻഡെക്സിൽ നമുക്ക് ബൈ വരാണെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അതായത് ഇൻഡെക്സിൽ സെല്ല് വരാണെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ബാങ്ക് നിഫ്റ്റി, നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ബാങ്ക് നിഫ്റ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ സെൻറ്ററിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ടും ലെഫ്റ്റ് സൈഡിൽ കോൾ ഓപ്ഷൻ്റെയും റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷൻ്റെ ആണ്. അപ്പോൾ ഇതും നമുക്ക് ഇഷ്ടമുള്ള സ്ട്രൈക്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഇനി നിങ്ങൾ സ്റ്റോക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് SBN ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് SBN എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ XBNൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും ചാർട്ട് ഇവിടെ കിട്ടുന്നതാണ്. കണ്ടോ അറ്റ് ദ മണിയിലുള്ള കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും ചാർട്ടാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയാണ് മെയിനായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നിഫ്റ്റി തന്നെ എടുക്കാം. ഈ നിഫ്റ്റിയിൽ നമുക്ക് വേണമെങ്കിൽ ടൈം ഫ്രെയിം ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ സ്കാൽപ്പിങ്ങിന് സാധാരണ 1 മിനിറ്റ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ 1 മിനിറ്റ് സെറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ടൂൾസ് കിട്ടുന്നതാണ്. ആ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ആ ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിംഗ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനീഷ്യൽ ഹൈ ആൻഡ് ഇനീഷ്യൽ ലോ ബ്രേക്കൗട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെവൽസ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് ഇപ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ താഴെയുള്ളത് ഈ ഒരു ലെവൽ നമുക്ക് സെൽസ് ഓൺ ആവും. പിന്നീട് മാർക്കറ്റ് ആ ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്കിവിടുന്ന് ബൈ ഓർഡർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു താഴെ ടച്ച് ചെയ്ത് റിട്രേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ തന്നെ നമുക്ക് ആ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് താഴെ പൊസിഷൻസ് എന്ന് കാണാം. നമ്മൾ എന്തെങ്കിലും പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ ഇവിടെ കാണിക്കും. ഇനി നമ്മൾ ഏതെങ്കിലും ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡേഴ്സ് ഇവിടെ കാണിക്കുന്നതാണ്. പിന്നെ ട്രേഡ്സ്, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ട്രേഡാണ് കാണിക്കുന്നത്. ഇവിടെ ടോട്ടൽ PNലും നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് എക്സിറ്റ് നിഫ്റ്റി എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും പൊസിഷൻസ്, ഇപ്പോൾ നിഫ്റ്റി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും പൊസിഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പൊസിഷനും ഒറ്റ ക്ലിക്കിൽ തന്നെ എക്സിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് കൺഫേം ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാ പൊസിഷനും ഒറ്റ ക്ലിക്കിൽ തന്നെ എക്സിറ്റ് ആവുന്നതാണ്. പിന്നെ ക്യാൻസൽ നിഫ്റ്റി, അതായത് നമ്മൾ ഒരു ഓർഡേഴ്സ് വല്ലതും പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഈ ഒരു ക്യാൻസൽ നിഫ്റ്റിയിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേമിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം ഒറ്റ ക്ലിക്ക് തന്നെ ക്യാൻസൽ ആവുന്നതാണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് എല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി റൈറ്റ് സൈഡിൽ വരാണെങ്കിൽ ഇത് ഓപ്ഷൻ ചെയിൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ചെയിനിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് ഗ്രീക്സ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. കേട്ടോ ഡെൽറ്റ, തീറ്റ, ഗാമ വാല്യൂസ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അത് ബേസ് ചെയ്ത് വേണമെങ്കിൽ അത് വെച്ച് ട്രേഡ് ചെയ്യാം. ഇനി സ്ട്രാഡിലാണെങ്കിൽ നമുക്ക് സ്ട്രാഡിൽ സെലക്ട് ചെയ്താൽ മതി. കേട്ടോ ഓരോ സ്ട്രാഡിലൂടെ കാണിക്കുന്നതാണ്. കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ജസ്റ്റ് പ്രൈസ് തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ സെറ്റിങ്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് സ്ട്രൈക്ക് ആയപ്പോൾ ATM സ്ട്രൈക്ക്, അപ്പോൾ 15 സ്ട്രൈക്കിലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 40 സ്ട്രൈക്ക് വരെ സെലക്ട് ചെയ്യാവുന്നതാണ്. അത് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷൻ ആയാലും. അപ്പോൾ നമ്മൾ ഔട്ട് മണിയൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത്
എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്ട്രൈക്കാണ് വേണ്ടത് ആ സ്ട്രൈക്ക് ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് സേവ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് ഔട്ട് ദ മണി. പിന്നെ ഇത് മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ക്വിക്ക് ട്രേഡ് ആണ്. അപ്പോൾ നമ്മൾ ക്വിക്ക് ട്രേഡിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ക്വിക്ക് ട്രേഡ് സെറ്റിംഗ്സിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നപ്പം തന്നെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമുക്കിവിടെ ഫിക്സ് ആയി വരുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് വളരെയധികം ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ബൈ എടുത്തതിന് ശേഷം ആയിരിക്കും സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്യാറ്. ചിലപ്പോൾ ആ സമയത്ത് തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ മിസ് ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. കാരണം നമ്മൾ മാർക്കറ്റിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒപ്പം തന്നെ നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വീഴുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ അപ്പ് സൈഡിലോ ഡൗൺ സൈഡിലോ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് ആ ഒരു എക്സാക്റ്റ് നമ്മുടെ ആ പ്രൈസിൽ തന്നെ ഹിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്ക് വലിയൊരു ലോസ് വരത്തില്ല. അതേപോലെ തന്നെ ഈ നമുക്ക് ടാർഗറ്റും ആ ഒരു പെട്ടെന്ന് സ്പൈക്ക് വന്നാൽ തന്നെ നമുക്ക് ആ ടാർഗറ്റും ഹിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വിക്ക് ട്രേഡ് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ക്വിക്ക് ട്രേഡ് ഇവിടെ എനേബിൾ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്വിക്ക് ട്രേഡ് എങ്ങനെയാണ് എനേബിൾ ചെയ്യാമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടോ, ഇവിടെ അതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. യൂസർ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ക്വിക്ക് ട്രേഡിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് 1% 2% സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഓർഡറും നമുക്കിവിടെ ചാർട്ടിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചാർട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വളരെ ഫാസ്റ്റ് തന്നെ മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ടെർമിൽ വളരെയധികം യൂസ്ഫുൾ ആണ്. ഓക്കെ, നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് ഓപ്ഷൻസൊക്കെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു മെയിനായിട്ടുള്ള ഇൻഡെക്സ് ചാർട്ട് നോക്കാം. അത് ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് ബേസ് ചെയ്ത് നമുക്ക് കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും ലെവൽസ് നോക്കിയിട്ട് ബൈയോ സെല്ലോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഫയർസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ഫയർസിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഫയർസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലും ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.